ആശാപ്രവർത്തകരുടെ സമരം 22ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുമായി പലതവണ നടത്തിയ ചർച്ച വിഫലമായതിന് പിന്നാലെ ആശാവർക്കർമാർ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പിന്തുണ സമരത്തിന് ലഭിച്ചതും സമരം പൊളിക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങളുമൊക്കെ സഭയിൽ ഉയർന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ആശാവർക്കർമാരുടെ സമരം 22ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മഴയത്തും വെയിലത്തും ഒക്കെ അവർ പൊരുതുകയാണ്. ഇന്നതാ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഇന്നിപ്പോൾ ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച് നടക്കുകയാണ്. സമരം തുടങ്ങി ഇത്രയധികം ദിവസമായിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ആശാവർക്കർമാരോട് ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴയത്ത് പോലും ഇവരുടെ കെട്ടിയിരുന്ന പന്തലടക്കം അഴിച്ചു മാറ്റിക്കൊണ്ടുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. നനഞ്ഞ് സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ എന്തായാലും ഇവർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ നിയമസഭാ മാർച്ചുണ്ട്. ഇത്ര ദിവസം ഇപ്പോൾ 16 കഴിയുകയാണ്. യാതൊരു വിധത്തിലുള്ള നടപടിയും നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേലുണ്ടാകുന്നില്ല. ഇനി എങ്ങനെ ഇത് നിയമസഭാ മാർച്ചോടെ ഇത് ഒരു പരിഹാരം ഉണ്ടാകും, ഇത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, നമ്മൾ നിയമസഭാ മാർച്ച് നടത്താണ്. സർക്കാർ ആലോചിക്കട്ടെ, നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കട്ടെ. നമുക്ക് കടുംപിടുത്തമൊന്നുമില്ലല്ലോ. നമ്മൾ ഏതൊരു തൊഴിലാളി സമരത്തിലും ഡിമാൻഡുകൾ വെക്കും. ആ ഡിമാൻഡുകൾ എത്രത്തോളം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളത് സർക്കാരാണ് ആലോചിച്ച് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡിമാൻഡ് വെച്ചിട്ടുള്ളൂ. നമുക്ക് ഒരു കടുംപിടുത്തമില്ല. ചർച്ചയ്ക്ക് വിളിക്കണം, സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇന്നലത്തെ മഴയത്തൊക്കെ എങ്ങനെ കഴിഞ്ഞുകൂടി? മഴയും നമ്മൾ വെയിൽ പോലെ തന്നെ മഴയെയും കൊണ്ടുവിടിരുന്നു. അത്രയും പന്തൽ കെട്ടാനുള്ള ശ്രമം പിന്നീട് നടത്തിയായിരുന്നു? ഇല്ല, അങ്ങനെ പന്തൽ കെട്ടാൻ ശ്രമമൊന്നും നടത്തിയില്ല. പിന്നെ ഞങ്ങളിവിടെ ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിയാണ് വൈകുന്നേരം മഴയത്ത് ഇവിടെ ഇരുന്നത്. രാത്രിയും ഫുൾ ടൈം ഉണ്ടായിരുന്നല്ലോ എല്ലാവരും? ഉണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും വിധത്തിലുള്ളൊരു ചർച്ചയ്ക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അത് അല്ല, ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സമരം തുടങ്ങി 5ാമത്തെ ദിവസം വിളിച്ചു. അത് അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ചർച്ചയൊന്നും ആയിരുന്നില്ല. സർക്കാരിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, നമ്മൾ സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനാണ് വിളിച്ചത്, അല്ലാതെ ചർച്ചയ്ക്കായിട്ടൊന്നും നമ്മളെ വിളിച്ചില്ല. ഇന്നിപ്പോൾ തൊട്ടപ്പുറേ മുഴുവൻ MLA ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, നിയമസഭ സമ്മേളിക്കുകയാണ്. അപ്പോൾ അവിടേക്കാണ് മാർച്ച് നടത്തുന്നത്. ആ മാർച്ച് കഴിയുമ്പോഴേലൊരു പ്രശ്നപരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വീട്ടമ്മമാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ സമരം ചെയ്ത് ശീലമുള്ളവരോ അങ്ങനെയൊന്നും ഉള്ള ആളുകളല്ല. മറിച്ചൊരു ജീവിത സമ്മർദ്ദം അവരെ തെരുവിലേക്ക് ഇറക്കി. അപ്പോൾ ഇവർ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ സാധുക്കളായ സ്ത്രീകളാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇവർക്കുണ്ടാവണം. സർക്കാരിന് മേൽ ആരാണ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല. കാരണം ഇപ്പോൾ ആന്ധ്രയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസവ അവധി 3 മാസം അവധിയും 60,000 രൂപ അവർ സാമ്പത്തിക സഹായം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് സമരം തുടങ്ങിയപ്പോൾ മുതൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ. യാഥാർത്ഥ്യം നിലനിൽക്കല്ലേ നമ്മൾ വെച്ചിരിക്കുന്ന ഡിമാൻഡ്. ഇവർ തുടക്കം മുതൽ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണെന്ന്. അപ്പോൾ ആ സർക്കാരിന് ഓണറേറിയം കൊടുക്കാനുള്ള ബാധ്യത അവർക്കാണല്ലോ. അതല്ലേ വർദ്ധിപ്പിച്ചു തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. ബംഗാളിൽ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്, ഹരിയാനയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് തീരുമാനിക്കാമല്ലോ. അതേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ സർക്കാരിന് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല. ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഈ ചർച്ചകൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ തിരക്കഥ എഴുതി എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവിടെ അങ്ങനെ നടക്കുമ്പോഴും യഥാർത്ഥത്തിലുള്ള വിഷയം ഇവിടെ നിലനിൽക്കുകയാണല്ലോ.